നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യയിലേക്ക് സ്വാഗതം. ഓസ്ലോ. ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സമാധാന നോബൽ സമ്മാനം ഇന്ന് പ്രഖ്യാപിക്കും. ലോകമെമ്പാടുമുള്ള സമാധാന ശ്രമങ്ങളെയും മനുഷ്യാവകാശ പോരാട്ടങ്ങളെയും ആദരിക്കുന്ന ഈ ചരിത്രപരമായ പ്രഖ്യാപനം നോർവീജിയൻ നോബൽ കമ്മിറ്റി ഓസ്ലോവിയയിൽ വെച്ചാണ് നടത്തുന്നത്. ഇത്തവണ പുരസ്കാരത്തിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവരിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പേരും ഉണ്ടായിരുന്നു. എന്നാൽ ട്രംപിന് പുരസ്കാരം ലഭിക്കാൻ സാധ്യതയില്ലെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകരുടെ പൊതുവെയുള്ള വിലയിരുത്തൽ. സമാധാനപരമായ അന്താരാഷ്ട്ര സൗഹൃദത്തിന് ട്രംപിന്റെ നയങ്ങൾ മതിയായ സംഭാവന നൽകിയിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വിലയിരുത്തൽ. ട്രംപിന്റെ സ്ഥാനാർത്ഥിത്വം ഒരു രാഷ്ട്രീയ സമ്മർദ്ദമായി ചില കോണുകളിൽ നിന്ന് ഉയർന്നിരുന്നുവെങ്കിലും നോബൽ കമ്മിറ്റി സ്വതന്ത്ര നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് വിദഗ്ധർ പറയുന്നു. അതേസമയം കാലാവസ്ഥാ വ്യതിയാനം, ആഗോള പട്ടിണി, മാധ്യമ സ്വാതന്ത്ര്യം, മനുഷ്യാവകാശം തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്ന നിരവധി വ്യക്തികളും സംഘടനകളും ഇത്തവണ അന്തിമ പട്ടികയിലുണ്ടെന്നാണ് സൂചന. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് സഹായമെത്തിക്കുന്ന UN വേൾഡ് ഫുഡ് പ്രോഗ്രാം പോലുള്ള സംഘടനകൾ മുൻ വർഷങ്ങളിൽ സമാധാന നോബൽ നേടിയിരുന്നു. ആൽഫ്രഡ് നോബലിന്റെ ഇഷ്ടപ്രകാരം രാജ്യങ്ങൾ തമ്മിലുള്ള സാഹോദര്യം വർദ്ധിപ്പിക്കുക, നിലവിലുള്ള സൈന്യത്തെ ഇല്ലാതാക്കുകയോ കുറയ്ക്കുകയോ ചെയ്യുക, സമാധാന സമ്മേളനങ്ങൾ നടത്തുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യുക എന്നീ കാര്യങ്ങൾ ചെയ്ത വ്യക്തിക്കോ സംഘടനയ്ക്കോ ആണ് സമാധാന നോബൽ നൽകുന്നത്. ആരാണ് ഈ വർഷത്തെ പുരസ്കാരത്തിന് അർഹരാവുക എന്ന ആകാംക്ഷയിലാണ് ലോകം. കൂടുതൽ വിവരങ്ങൾക്കായി കാത്തിരിക്കുക. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ. നന്ദി.